ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു FJ ടിപ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ ഇന്ന് അൽനഖീൽ ബീച്ചിലോട്ടാണ് പോകുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഫനാത്തീർ പോയപ്പോൾ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഫനാത്തീർ പോയപ്പോൾ നമ്മൾ അത് പറഞ്ഞിരുന്നു. നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴി നമ്മൾ കണ്ടിരുന്നു. ആ ഭാഗത്തോട്ട് നമുക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അൽനഖീൽ ബീച്ചിലോട്ടുള്ള വഴിയാണ്, എൻട്രൻസ് ആണെന്നൊക്കെ കാണിച്ചിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ബീച്ചിൽ കാണാം. അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങിയിരിക്കുകയാണ് അൽനഖീൽ ബീച്ചിലേക്കുള്ള. ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, എക്സിറ്റ് 5B ദമാം, ജുബൈൽ ആ ഭാഗങ്ങളിൽ നിന്നും വരുന്ന ഒരു ജുബൈൽ ഇൻഡസ്ട്രിയൽ റോഡിൽ കയറിയിട്ട് എക്സിറ്റ് 5B ആണ് ഇറങ്ങേണ്ടത്. എക്സിറ്റ് 5Bയിൽ നിന്നുമാണ് നമുക്ക് അൽനഖീൽ ബീച്ച്, ഫനാത്തീർ എന്ന് പറയുന്ന ഏരിയയിലോട്ടൊക്കെ പോകേണ്ടത്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ അൽനഖീൽ ബീച്ചിന്റെ ഏകദേശം എൻട്രൻസിനോട് അടുത്തു. അതേ അങ്ങോട്ടൊരു ആരോ മാർക്ക് ഉണ്ട്. അതാണ് അൽനഖീൽ ബീച്ചിലേക്കുള്ള എൻട്രൻസ്. ആ എക്സിറ്റ് ഇറങ്ങുമ്പോഴാണ്. ഓക്കെ, റൈറ്റിലേക്ക് ഇറങ്ങി വരുമ്പോൾ രണ്ട് റോഡുണ്ട്. ഒന്ന് റൈറ്റിലേക്കും ഒന്ന് ലെഫ്റ്റിലേക്കും ഉണ്ട്. ഈ റൈറ്റ് സൈഡിലേക്ക് പോകുന്നത് ബാച്ചിലേഴ്സിനുള്ള പാർക്കാണ്. ഈ ലെഫ്റ്റിലേക്ക് ഈ റൗണ്ട് ബോട്ട് കഴിഞ്ഞ് ലെഫ്റ്റിലേക്ക് എടുക്കുന്നതാണ് ഫാമിലിക്കുള്ളത്. ഇവിടെ 4 ഫാമിലീസ് ഉള്ളി എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യമേ ഫാമിലി ഏരിയ ഒന്ന് ജസ്റ്റ് കാണാം. ഓക്കെ, നമ്മളിപ്പോൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെയും ഞാൻ പറഞ്ഞിട്ട് ഇവിടെ ഒരുപാട് പാർക്കിംഗ് ഏരിയാസ് ഉണ്ട്. ഇതിപ്പോൾ ഫ്രൈഡേ ആയതുകൊണ്ട് വലിയ തിരക്കില്ല. അതുകൊണ്ട് ഒരുപാട് പാർക്കിംഗ് ഏരിയ മറ്റു കാര്യങ്ങളുണ്ട്. ഇനിയിപ്പോൾ ഫ്രൈഡേ നമസ്കാരമൊക്കെ കഴിഞ്ഞ് ആണ് ഇവിടെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങുന്നത്. അപ്പോൾ നല്ല തിരക്കാവും. കുട്ടികൾക്ക് കളിക്കാനുള്ള കുറേ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ പൈസയും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ രാത്രിയിലേ ഉള്ളൂ ഓപ്പണിങ്. ഇവിടെയൊക്കെ രാത്രി ആകുമ്പോഴത്തേക്ക് നല്ല തിരക്കാവും. ഇവിടെയൊക്കെ ഒരുപാട് ഫാമിലീസ് വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. വേണ്ടേ, നല്ല അറ്റ്മോസ്ഫിയറാണ്. നല്ല സെറ്റപ്പാണ്. രാത്രി ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്നിരിക്കാറുണ്ട്. അതെ അതെ, രാത്രി വരുമ്പോഴത്തേക്ക് ഈ ഭാഗത്തൊക്കെ ഗ്രില്ല് ചെയ്യുന്നതൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. പിള്ളേർക്ക് കളിക്കാനുള്ള കുറേ സ്ഥലങ്ങൾ. ഇത് സൗദി അറേബ്യയിലെ ഒരു പ്രത്യേകതയാണ്. കാരണം എല്ലാ പാർക്കുകളിലും കുട്ടികൾക്കൊക്കെ കളിക്കാൻ വേണ്ടി നല്ല സ്ഥലങ്ങളാണ്. അവരെയൊക്കെ കൊണ്ടുവന്നിരുത്തിക്കൊണ്ട് കളിക്കാൻ പറ്റിയ സ്ഥലങ്ങൾ. വേണ്ട, ഒരു കുഞ്ഞിന് കളിക്കുന്ന വേണ്ട.
ചെടികളൊക്കെ ഇവിടെ നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്, അല്ലെങ്കിൽ ഒരു ഭംഗി എന്ന് പറയുന്നത് ഈ ചെടികളൊക്കെയാണ്. കണ്ടില്ലേ, ചുറ്റും ഒരുപാട് ചെടികൾ നട്ടു വെച്ചിട്ടുണ്ട്. ഒരു കോഫി ഷോപ്പ് ഉണ്ട് ഇവിടെ, ചെറിയൊരു കോഫി ഷോപ്പ്. ഇപ്പോൾ ക്ലോസ്ഡ് ആണ്, ഇത് രാവിലെ ആയതുകൊണ്ട് ക്ലോസ്ഡ് ആണ്. ഇതൊരു നമസ്കാര സ്ഥലമാണ്, ആൾക്കാർക്കൊക്കെ നമസ്കരിക്കാനുള്ള സ്ഥലമാണ് ആ കാണുന്നത്. ഫോർ ലിറ്ററിങ് SR 200 ഫൈൻ. ഞാൻ കഴിഞ്ഞ തവണ ഫനാത്തീറിൽ ബീച്ചിൽ ചെന്നപ്പോഴും ഞാൻ കാണിച്ചിരുന്നു. ഇവിടെ ഒന്നും ഒരു സാധനം പോലും ഇടാൻ പറ്റൂല, ഇട്ട് കഴിഞ്ഞാൽ ഫൈനാണ്. കൊണ്ട് കളഞ്ഞു കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാലേ ഉള്ളൂ. കാണാതൊക്കെ ആൾക്കാർ ഇടുന്നുണ്ട്, പക്ഷെ അത് വൃത്തിയാക്കാൻ വേണ്ടി ആൾക്കാർ ഇവിടെ നിർത്തിയിട്ടുണ്ട്. അതിങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടേയിരിക്കും. ഇവിടെ സ്വിമ്മിങ്ങിൻ്റെ ഒരു വാർണിംഗ് ബോർഡ് വെച്ചിട്ടുണ്ട്, ഡേഞ്ചറസ് കോറൽ റീഫ് സൈറ്റ്. ഇവിടെ നിന്ന് ഇറങ്ങരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മുടെ നക്കീൽ ബീച്ചിൻ്റെ ഏറ്റവും എൻഡാണ് കേട്ടോ. ഈ പാലം കണ്ടോ, ഈ പാലം ഈ നക്കീൽ ബീച്ചിൻ്റെ ഈ പാലത്തെ കൂടെ കയറി ഈ പാലം ഇറങ്ങി അപ്പുറത്ത് കാണുന്ന ആ വഴിയെ കൂടെ നേരെ പോയി കഴിഞ്ഞാൽ, നേരെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ കഴിഞ്ഞ തവണ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട ഫനാത്തീറിൽ ചെന്ന് ചേരാം. ഇതൊരു കണക്ഷനാണ്, ഈ കടൽ ഒരു കണക്റ്റഡ് ആണ്. അപ്പോൾ ഇതിലേ നേരെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫനാത്തീറിൽ ചെല്ലാം. കുറേ ദൂരമുണ്ട്, നമ്മൾ നടന്നു പോയിട്ടുണ്ട്. ദൂരമുണ്ട്. ഇതിങ്ങനെ അങ്ങോട്ട് കിടപ്പുണ്ട്. നമ്മൾ ആ വന്ന വഴിയെ നമ്മുടെ കാർ അങ്ങ് ദൂരെ കിടക്കുന്നത് കേട്ടോ. ഇതാണ് ബീച്ച് പോർഷൻ, അതായത് നമുക്ക് ഇറങ്ങാൻ പറ്റിയ കടലിൻ്റെ ഒരു പോർഷനാണ്. തിരമാലകളൊന്നും ഇല്ലാണ്ട് വളരെ ശാന്തമായിട്ട് കിടക്കുക. ഫാമിലി ഏരിയ ഒക്കെ ഏകദേശം നമ്മൾ കവർ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ബാച്ചിലേഴ്സിന്റെ ഏരിയയും കൂടി ഒന്ന് കാണാം. ഇതാണ് ഏകദേശം ഫാമിലി, ഓൺലി ഫോർ ഫാമിലി എന്ന് എഴുതി വെച്ചിരിക്കുന്ന ആ ഒരു ഏരിയ ആണ്. ഇഷ്ടപ്പെട്ടെന്ന് തോന്നില്ലേ? നമുക്കപ്പോൾ എന്നാൽ ബാച്ചിലേഴ്സിന്റെ ഏരിയയും കൂടെ പോയി കണ്ടല്ലേ? ബാച്ചിലേഴ്സിന്റെ ഏരിയ പോയിട്ടില്ലല്ലോ അല്ലേ? പോയിട്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് അതുകൂടി ഒന്ന് കാണാം. ഓക്കെ, അപ്പോൾ ഈ റൗണ്ട് ഔട്ട് ഇതാണ് നമ്മുടെ ബാച്ചിലേഴ്സ് ഏരിയ. നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഈ ഏരിയയും കൂടി ഒന്ന് കാണാം. അപ്പോൾ ഇതാണ് ആ ബാച്ചിലേഴ്സിന്റെ ഏരിയ എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ ബാച്ചിലേഴ്സ് ഏരിയയുടെ എൻഡിൽ കുറച്ച് ഒരു ചെറിയൊരു പാർക്ക് പോലെ ഒരു സ്ഥലമുണ്ട്, അതും കൂടി ജസ്റ്റ് കാണാം.
അപ്പോൾ ഇത്രയുമാണ് അൽ-നഖീൽ ബീച്ചിന്റെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അല്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും. നല്ല വന്ന് വരാത്തവർ വരിക. നല്ല വളരെ വൃത്തിയുള്ള, ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഒക്കെ കൂട്ടുള്ള വൃത്തിയുള്ള ഒരു ബീച്ചാണ്. എല്ലാവർക്കും വന്നിരിക്കാൻ പറ്റിയ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾക്ക് ഇനിയും ഇതുപോലെയുള്ള വീഡിയോസ് ഇടാനുള്ള ഒരു പ്രചോദനമാവും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി ഇടുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വരുമ്പോഴേക്കും